വെറുതെയല്ല, മുറിവേറ്റ് ഇവിടെ വരുന്നവർ ഏത് തരക്കാരാണെന്നും അവർക്കത് സംഭവിച്ചത് ഏത് വിധത്തിലാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു ദിവ്യ വെളിപാട് കൂടി എനിക്ക് എന്റെ ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. ആദര ശുശ്രൂഷ നടത്തുമ്പോൾ സത്യാസത്യങ്ങൾ കണ്ടെത്തണമെന്നും ധർമ്മം പാലിക്കണമെന്നും ആ ദൈവം അരുളപ്പാടിലൂടെ എന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അടിയനോട് മാപ്പാക്കണം. പോലീസുകാര് പിടിച്ചോണ്ട് പോയി ജയിലിൽ അടയ്ക്കുമെന്ന് പേടികൊണ്ടാ കള്ളം പറഞ്ഞത്. പിന്നെ കന്നി സഹായിക്കുമെന്ന വിശ്വാസം കൊണ്ടാ ഇങ്ങരുടെ കൈ ഞാൻ അറുത്തു മാറ്റിയത്. അടിയങ്ങളോട് പുറത്തിട്ട് ഇങ്ങരുടെ കൈ പഴയതുപോലെ ആക്കി തരണം. അടിയങ്ങളെ കൈ വെടിയരുത്. എന്നേക്കാൾ പ്രായമുള്ള നിങ്ങൾ എന്റെ കാല് പിടിക്കുകയോ? കഷ്ടം. ചെയ്തുപോയ അപരാധങ്ങൾ പുറത്ത് അടിയന്റെയും മുറിവ് ഭേദമാക്കി തരണം. എനിക്ക് എന്റെ ദൈവത്തെ കണ്ട അനുവാദം ചോദിക്കണം. ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. മല്ലി, ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. തളർന്നു വരികയല്ലേ. വന്നോളൂ. ഏത് ദൈവത്തെ കണ്ട് അനുവാദം വാങ്ങിക്കാൻ കന്നി പോകുന്നത്? അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? ആ നോക്കാം, നടക്ക്. വനത്തിനും വനദേവതകൾക്കും അഭിവന്ദ്യനായ വൃക്ഷരാജ മഹാപ്രഭു, പ്രണാമം. ഒരു മോഷ്ടാവിനെ ദേശത്തിലെ ആളുകൾ പിടികൂടി നിയമപാലകരെ ഏൽപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ തന്റെ ഭർത്താവ് തടവറയ്ക്കുള്ളിലാകുമോ എന്ന് ഭയപ്പെട്ട് ഭാര്യ തന്നെ അയാളുടെ വലത് കരം വെട്ടിമാറ്റിയിരിക്കുന്നു. അറ്റുവീണ കൈയുമായി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവരെന്നെ സമീപിച്ചിരിക്കുക. പാതി മുറിക്കപ്പെട്ട കയ്യിൽ അറ്റുപോയ ഭാഗം കൂട്ടിച്ചേർത്ത് അത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണമെന്ന് അവരെന്നോട് യാചിക്കുകയാണ്. അടിയൻ എന്തു വേണം വൃക്ഷദേവ?